യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പുതിയൊരു ദിവസം കൂടി നമ്മൾക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവവചനം ശ്രവിച്ചുകൊണ്ട് പുതിയൊരു ദിവസം നമുക്ക് തുടങ്ങുവാനും ദൈവം അവസരം തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കൂടെ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും ആ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നുകൊണ്ട് ജോസഫ് ചെന്നിടത്തെല്ലാം ഫറവോയുടെ കൊട്ടാരത്തിൽ പോലും ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് നിറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചന ഭാഗം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ആരുമറിയാത്ത ഒരു കാര്യം, ദൈവം മറിയത്തെ അനുഗ്രഹിച്ചതെന്ന് മറിയത്തിനും ജോസഫിനുമല്ലാതെ ലോകത്താർക്കും അറിയാത്തപ്പോൾ ആ മറിയം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്തിൻ്റെ വയറ്റിൽ ഉള്ള കുഞ്ഞ് സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുകയും എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. ദൈവം ആരുടെ കൂടെ ഉണ്ടായാലും, ദൈവം നിങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ, ദൈവാത്മാവ് നിങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്നിടമെല്ലാം അനുഗ്രഹീതമാകും. നിങ്ങളൊരു ഹോട്ടലിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ യാതൊരു കസ്റ്റമേഴ്സും ഇല്ലെങ്കിൽ നിങ്ങൾ ചെന്നിരിക്കുന്ന സമയം ആ ഹോട്ടലിൽ ധാരാളം കസ്റ്റമേഴ്സ് കയറി വരും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളം. നിങ്ങളെ ശ്രവിക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വ്യക്തികൾ കടന്നു വരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നും, നിങ്ങൾ എവിടെയൊക്കെ ചെല്ലുന്നോ, നിങ്ങൾ ചെന്ന് കയറുന്ന ഭവനമാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും
അത് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമായി നിങ്ങൾ യാത്ര തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ വസ്തുവകകളെയും നിങ്ങളുടെ സമ്പത്തിനെയും എല്ലാം 100 ഇരട്ടിയായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.